ഇസ്രയേലിൻ്റെ പരിരക്ഷണത്തിന് വേണ്ടി ഇസ്രയേലും അമേരിക്കയും ചേർന്നുണ്ടാക്കിയ ഒരു ജോയിൻറ്റ് വെഞ്ചർ, അതാണ് ഈ അയൺ ഡോം. അയൺ ഡോം മാൻ മേക്കിങ് ഡിഫൻസ് ചെയ്ത് മിസൈൽ സിസ്റ്റം വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ് അയൺ ഡോം. ദൈവമക്കളുടെ ശ്രദ്ധയോടെ, ഈ അയൺ ഡോമിന് 5 പ്രത്യേകതയുണ്ട്. ഇൻ്റർസെപ്റ്റർ വാച്ച് ചെയ്യുന്നു, ഇലക്ട്രാ റഡാർ ഇതിന് പട്ടണത്തിൽ സന്ദേശം കൊടുക്കുന്നു, BMC മുഴുവനായി ആ ടൈം വർക്ക് ചെയ്യുന്നു, 4 ബാറ്ററിയിൽ നിന്ന് സപ്ലൈ പമ്പാകുന്നു, 5 നിർണായകമായി ലാൻച്ചിങ് യൂണിറ്റിൽ നിന്ന് ശത്രുരാജ്യത്തു നിന്ന് വരുന്ന മിസൈലിനെ തകർക്കുവാൻ അവർ കരുതി വെച്ച ഒരു ഡിവൈസിൻ്റെ പേരാ ഈ അയൺ ഡോം. അയൺ ഡോം ഒരിക്കലും ഒരു യഹോവയോ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അയൺ ഡോം. ഏതോ സുഹൃത്തുക്കൾ പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യഹോവ ഇസ്രയേലിനെ കാക്കുന്നത് യഹോവയെ അയൺ ഡോം എന്ന് പറഞ്ഞ് ചിലതിനകത്ത് ഗ്രൂപ്പിനകത്ത് വന്നു. ആ ഗ്രൂപ്പിനകത്ത് വന്നതിൻ്റെ നിവൃത്തിയായി അതിൻ്റെ വ്യാഖ്യാനമോ അതിൻ്റെ ഫുൾ വീഡിയോ കാണാതെ ചിലർ ഗ്രൂപ്പുകളിൽ ഞാൻ പറയുന്നത് തെറ്റാണ്, അയൺ ഡോം എവിടെ പോയി, കാര്യമിതാ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറാനിൽ നിന്ന് ഹൈ സ്പീഡിൽ ബലിസ്റ്റിക് മിസൈൽ വന്നപ്പോൾ എല്ലാം ആകാശത്തിൽ വെച്ച് തകർക്കുവാൻ കഴിഞ്ഞില്ല. അതിനാസ്പദമായി ആരെയും വിമർശനത്തിലില്ല. അതിനാസ്പദമായി ഇതെവിടെ ചെന്ന് വീണു? അത് ഇസ്രയേലിൽ ചെന്ന് വീണു. അത് ചില പ്രത്യേക മതവിഭാഗത്തിലുള്ള സുഹൃത്തുക്കൾ എടുത്തിട്ട് അയൺ ഡോം എവിടെ ഉപദേശി പ്രസംഗിക്കുന്ന സംരക്ഷണമെല്ലാം തീർന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, 1948 മുതൽ 71 വർഷം വരെ അവരെ ദൈവം കാത്ത ഒരു മെസ്സേജിനകത്ത് 2018 നെയ്യാറ്റിൻകരയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യെരൂശലേം ഇപ്പോൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനനുസരിച്ച് അവർക്ക് കുറേ ടെക്നോളജികൾ കൊടുത്തതിൻ്റെ ഒരു ഭാഗമാണ് അയൺ ഡോം. അതാ യഹൂദൻ്റെ ബുദ്ധിയും അവൻ്റെ ടെക്നോളജിയും അമേരിക്കയായിട്ട് വെഞ്ചർ ചെയ്ത്. അതൊരിക്കലും യഹോവയല്ല, അതൊരു രക്ഷകനുമല്ല.